എല്ലാവർക്കും നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഏത്തപ്പഴവും അതുപോലെ ബ്രെഡും കൂടെ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു 15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഹൽവ തയ്യാറാക്കിയെടുക്കാം. അത്രയ്ക്ക് എളുപ്പമാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള ഹൽവ കൂടിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് 2 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പഴം എടുക്കുമ്പോൾ നല്ല പഴുത്തിട്ടുള്ള പഴമാണെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം തൊലിയുടെ കളറൊക്കെ മാറിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ പഴം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ പഴം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാറാണ്. ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ബ്രെഡ് പൊടിച്ചതാണ്. അപ്പോൾ ബ്രെഡ് എടുക്കുന്ന സമയത്ത് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ സാധാരണ സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൈഡൊക്കെ കട്ട് ചെയ്ത് കളയുമല്ലോ, അതാണെങ്കിലും മതി. ഞാനിവിടെ അങ്ങനത്തെ സൈഡാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അതൊരു 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സാധാരണ ബ്രെഡിൻ്റെ പീസ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. 2 ആണെങ്കിലും 1 കപ്പ് ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ കൂടെ ചേർക്കുന്നുണ്ട്. പാൽ തിളപ്പിക്കാത്ത പാലാണെങ്കിലും കുഴപ്പമില്ല, നമ്മളിനി ഇത് വേവിച്ചെടുക്കുന്നതാണല്ലോ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പഴവും പാലൊക്കെ കൂടെ നന്നായി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൽവ റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് തന്നെ ഒഴിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നെയ്യിൽ ചെയ്യുമ്പോഴാണ് ആ കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് കശുവണ്ടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ കാഷ്യൂനട്ട് നമുക്ക് ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് കറുത്ത മുന്തിരിയും അതുപോലെ കുറച്ച് കിസ്മിസും കൂടെ എടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ നന്നായി വറുത്ത ശേഷം നമുക്കിത് ഈ നെയ്യിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ഹൽവയിലേക്ക്. അപ്പോൾ ഞാനിവിടെ ഇത് രണ്ടും ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാനിൽ നെയ്യ് ബാക്കിയുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യ് ഒഴിക്കുന്നില്ല, അത്യാവശ്യം നെയ്യുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഇളക്കിയാൽ മതി. നമുക്കിനി ഈ പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ മധുരമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് ശർക്കര പാനിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം പഞ്ചസാരയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര പാനിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1/4 കപ്പ് ശർക്കരയുടെ പാനിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഉരുക്കിയ ശേഷം അരിച്ചെടുത്തിട്ടുള്ള പാനിയാണ്. അതൊരു 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. ഇനി പഞ്ചസാരയാണെങ്കിലും നിങ്ങൾക്ക് ഇതിന് പകരം പഞ്ചസാരയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ശർക്കര കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ പഴമൊക്കെ വെന്ത് നന്നായി ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം വരും. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇത് ഒത്തിരി നേരമൊന്നും എടുക്കില്ല. മാക്സിമം ഒരു 10 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഇത് റെഡിയായി കിട്ടും. 10 മിനിറ്റൊക്കെ മതി. അതിനുള്ളിൽ തന്നെ ഇത് പാനിൽ നിന്ന് വിട്ട് വരും. കണ്ടില്ലേ, ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണം. എത്രത്തോളം വരട്ടിയെടുക്കുന്നോ അപ്പോഴാണ് കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടുക. അതുപോലെ ആ ഒരു പശപ്പൊക്കെ മാറിയിട്ട് നന്നായി വരട്ടിയെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത്യാവശ്യം പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ ആവാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായി പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതുകൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. എന്നിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഹൽവ ഏകദേശം റെഡിയായിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടി അതുപോലെ തന്നെ മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായി വരട്ടിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ ആയിരിക്കും, കാരണം ഇതിൽ നമ്മൾ വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പം അരിപ്പൊടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹാർഡായിട്ട് കിട്ടും. ഇനി നമുക്ക് ഒരു എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ ഹൽവ ഇട്ട് കൊടുക്കുക.
ഇട്ട് കൊടുത്ത ശേഷം നമ്മളൊരു സ്പൂൺ വെച്ചിട്ടോ സ്പൂണിൻ്റെ ബാക്കിൽ കുറച്ച് നെയ്യ് തടവുകയാണെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മേളിലൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായി ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഹൽവയൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചുകൂടെ നോക്കാം. അതുപോലെ നന്നായി മുറിച്ചെടുക്കാനും പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഏത്തപ്പഴം ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടമാവും ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്